സുഖണ്ണോയ്, സുഖമൊക്കെ തന്നെ. അതിന് നീ ഏതാടാ ചെക്ക? ഹൈ, എന്നറിയില്ലേ? ഞാൻ നമ്മുടെ സഞ്ജുവിന്റെ ഫ്രണ്ട്. അതിന് സഞ്ജു ആരാടാ? ആ ബെസ്റ്റ്. ആ പഹനി ഇവിടെ ആർക്കും അറിയത്തില്ലേ? പക്ഷേ ഒന്നുമില്ല ചേട്ടാ, ശരി എന്നാ ഞാൻ പോട്ടെ. എടാ ഫൈസി എവിടെയാടാ? അവനിപ്പോ വരും, നീ ഒഴിയില്. ചുമ്മാതിടാ, എന്തുവാ കാണിക്കുന്നേ? ഓ, ഞാനിതൊന്നും തൊട്ടോന്ന് വിചാരിച്ചത് പച്ചവെള്ളമാകാനൊന്നും പോകുന്നില്ല. കഴിഞ്ഞില്ല, കുറെ നേരമായില്ല. ആ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു ഫൈസി? ഞാൻ ക്ലാസ് എടുക്കാൻ. അല്ലടാ, നിന്റെ കൂടെ ഒരു സാധനത്തിന് ഇട്ടിരുന്നല്ലോ, അതെന്തേ? അവൻ വന്നില്ലേ? ആ, നിന്റെ കൂടെ തന്നെ വിടണമായിരുന്നു. ഇനിയിപ്പോ നോക്കിയിട്ട് എന്താ കാര്യം? അവൻ വല്ല പെമ്പിള്ളേരെ നോക്കി അവിടെ എങ്ങനെ നിപ്പുണ്ടാവും. ഓ, നീയൊക്കെ കൂടി എനിക്ക് ചീത്തപ്പേരുണ്ടാക്കൂടാ. അതിന് നീ ഏതാ? എടനാ അജ്ജി, ഇവനിവിടെ ആർക്കും അറിയില്ലടാ. ചെക്കന് വർത്താനം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ ഇവിടത്തെ വല്ല പുള്ളിയായിരിക്കും. ഒറ്റ മനുഷ്യനറിയൂല ഇവനെ. പോട്ടർ സഞ്ജു, നീ വിഷമിക്കണ്ട. നിന്നെ നമ്മുടെ റോഷൻ ഫേമസ് ആക്കും. ഇന്നൊരൊറ്റ ദിവസം ഉണ്ടെങ്കിൽ നിന്നെ അവൻ ഇവിടത്തെ സൂപ്പർ സ്റ്റാർ ആക്കിയിരിക്കും. അതാ എന്റെ പേടി. എന്റെ പൊന്നു മോനെ ഫൈസി, നീ ഒന്ന് പോയി തപ്പടാ സാധനത്തിന്. നിങ്ങൾ എവിടെ പോയി കിടക്കിയിരുന്നു പിള്ളേരെ? ഒരു ഉത്തരവാദിത്വം ഇല്ലാതായി വരികയാണോ? ഇത് ഞാൻ എന്തേലും പറയൂ അപ്പ? കുറെ നേരായി അതെടുക്ക് ഇതെടുക്കുന്നൊക്കെ പറഞ്ഞ്. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്റെ ഭരത്തേട്ട അപ്പ രാവിലെ തുടങ്ങിയതാ ഞങ്ങളിട്ട് വട്ടം കറക്കണം. എന്നിട്ടില്ലാതെ ചീത്തയുമില്ല. എന്താ ദിവാരപ്പ, എന്തിനിങ്ങനെ അവരോട് ദേഷ്യപ്പെടുന്നേ? ഇവരില്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഇവരിങ്ങനെ നടക്കുന്നോണ്ടാ കാര്യങ്ങളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് നടന്നേ. നിങ്ങൾ ചെല്ലപ്പോ പോയി വല്ലതെടുത്ത് കഴിക്കാൻ നോക്ക്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയല്ലേ ഉള്ളൂ, അത് ഞാനങ്ങ് നോക്കിയേക്കാം. ചെല്ല്. അമ്പി ഡാ, എന്നെ ഈ പറയുന്നേ, ഇനിയും ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. മാത്രമല്ല ഇനിയും ഒരുപാട് പേര് ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഇതെല്ലാം നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റുമോ? ഓ, പാത്രങ്ങളല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ ഭക്ഷണം കഴിക്കുന്നവരുടെ കാര്യം, അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് ദിവാകരപ്പ. അപ്പൊ അന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം നല്ലപടിയെ നടക്കും. അതേ നിൽക്കുന്നു കാമദേവൻ. റോഷ, മോനെ, നീ എവിടെ പോയി കിടക്കിയിരുന്നടാ? ആ, ആരിത്? ഫൈസൽ മുഹമ്മദോ? എടാ, നീ നമ്മുടെ സുഷ്മിത ചേച്ചിയുടെ ഡാൻസ് കണ്ടായിരുന്നോ മോനെ? എന്നാ ഒരു ഡാൻസ് ആയിരുന്നു! ഹോ, എനിക്കങ്ങ് കണ്ടിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല. അതൊക്കെയാണ് ഡാൻസ്. ഹോ, പറയാനില്ല. എന്നാലും എന്റെ ചേച്ചി എങ്ങനെയാ ചേച്ചി ആ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിച്ച്? ഓ, എന്നാ ഒരു ഫ്ലെക്സിബിലിറ്റിയാ, പറയാതിരിക്കാൻ മേല. ഞാൻ ഇനി ചേച്ചിയുടെ അടുത്ത് നിന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ പഠിച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കുക. ഓ, ഇവനോരോന്നും പഠിച്ച് മതിയായില്ലേ? ഇവനിങ്ങനെ ഓരോന്ന് പഠിക്കുന്നതിന്റെ ഞാൻ ഈ അനുഭവിക്കുന്നേ. അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കില്ലേ പൊന്നോ. നീങ്ങ വന്നേ റോഷ, വാ. അവിടെ കുറച്ച് പരിപാടികളുണ്ട്, നീങ്ങ വാ. നമുക്ക് പിന്നെ പഠിക്കാം. ചേച്ചി എന്ന് ഞങ്ങ പോട്ടേട്ടാ. അപ്പൊ ചേച്ചി പിന്നെ പാക്കലാം. ബൈ. തേടാ, ഒരു പീസ് പോണു. എവിടെടാ? ചീ, ആ പെൻഷൻ വാങ്ങാനായ അമ്മായിയാണോടാ നീ പീസ് എന്ന് പറഞ്ഞത്? ആസ്വദിക്കാൻ എന്തിനാടാ മോനെ സഞ്ജു ഏജൊക്കെ? നീ കേട്ടിട്ടില്ലേ, എവരി ഏജ് ഈസ് ദി റൈറ്റ് ഏജ് ടു ഷൈൻ. ആ, വന്നോ കാമദേവൻ? എത്ര എണ്ണത്തിന് വളച്ചു നീ ഈ നേരം കൊണ്ട്? അതൊരു ഡാൻസുകാരി. എന്റെ പൊന്നോ, എന്നാതായിരുന്നു ആ ഫിഗർ. അവിടെ നിന്ന് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അത് നിനക്ക് പണ്ടേ ഉള്ളതല്ലേ റോഷ? പെമ്പിള്ളേരെ കണ്ട പിന്നെ മലന്നടിച്ച് വീഴുന്ന സ്വഭാവം.
ആ എംബ്രച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ നേരം കൊണ്ട് വീട്ടിൽ പോയി കാണും. ഗോപു, നീ ഇതൊക്കെ മണ്ഡപത്തിൽ ഏൽപ്പിക്ക്. ദാ ഈ റെസിപ്റ്റ് കൂടെ വെച്ചോ. അവര് ചോദിച്ചത് കാണിച്ചാൽ മതി. ഞാൻ ഈ പൂജാ സാധനങ്ങൾ മൂർത്തി ഏൽപ്പിക്കട്ടെ. നാളെ രാവിലെ അമ്പലത്തിൽ വിളക്ക് കൊളുത്താനുള്ളതല്ലേ. ഇനി അതിനൊരു പ്രശ്നവും ഉണ്ടാകരുത്. Next participant Mriga on the stage. മൃഗല്ലടോ മൃണാൻ. On the stage. ഇങ്ങിരിതെന്തിട്ടേക്ക് പറയുന്നേ, കുറെ നേരമായല്ലോ. എവിടെ നോക്കിയാണ് നടക്കുന്നേ? കുടിച്ച് ലക്കും കെട്ട് മനുഷ്യന്മാരുടെ ദേഹത്തേക്ക് കയറി വന്നോളും ഓരോന്നുങ്ങള്. കുടിച്ച് ബോധം കെട്ട് വീഴുന്നേ നിന്റെ അമ്മായപ്പൻ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ റോഷന്റെ കയ്യില് ചൂട് നീ അറിയും. എന്നിട്ട് മോഞ്ചൽക്കാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. അമ്പലപ്പറമ്പില നീയൊക്കെ നിൽക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെ അസഭ്യങ്ങളാ വിളിച്ച് പറയുന്നേ. കുടിച്ച് കൂത്താടാനുള്ള സ്ഥലമാണിതെന്ന് വിചാരിച്ചോ? അതിന് വല്ല ബാറിലോ ക്ലബിലോ പോണം. അതെങ്ങനെ വീട്ടിൽ നിന്ന് അഴിച്ച് വിട്ടേക്കല്ലേ? ആടോ, അഴിച്ച് വിട്ടേക്കാ. അതിന് തനിക്കെന്താ? എടാ റോഷ്, വിടാനാ പറഞ്ഞ്. സോറി ചേട്ടാ. ചേട്ടാ ഒന്നും വിചാരിക്കില്ല, വെറുതെ കാര്യങ്ങളൊന്നും വഷളാക്കണ്ട. വിട് ചേട്ടാ, വിട്ടുകളാ. എടാ നിനക്ക് എന്നാത്തിന്റെ കേടാ മോനെ? വഴി കൂടി പോകുന്ന വയ്യാവയിലൊക്കെ തലയിലേറ്റാതെ നീ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? ചിരിക്കല്ലേ, വല്ലാതങ്ങ് ചിരിക്കല്ലേ. ആ ചേട്ടനെങ്ങാനും കൈ വെച്ചിരുന്നെങ്കി ഇപ്പൊ കാണായിരുന്നു. എന്നാടാ അമ്പി, എന്നാ ചുനക്ക്? ഏവൻ മോഞ്ചി ഇപ്പടി ഇറക്ക്. ഒന്നുമില്ലപ്പാ, അവിടെ കുറച്ച് ആളുകൾ കുടിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഈ സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ആളുകളാണെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ കുടിച്ച് കൂത്താടെ ആകെ വഷളത്തിലായി നിൽക്കുക. എന്ത് ചെയ്യാൻ പറ്റും? കലികാലം അത്ര തന്നെ. അമ്പി, நம்ம ருக்கு இப்பதானே போச்சு. நீ ഒന്ന് പോയി പാരുടാ. അവൾക്ക് എതുவும் ആச்சுன்னா என்ன பண்றது? എന്ത്? അവൾ ഒറ്റക്ക് പോയിന്നോ? സുബാ, സുബാ. ഭരത്തേട്ടനോ? ഏട്ടൻ എപ്പോഴാ വന്നേ? എന്താ ഭരത്തേട്ടാ വിളിച്ചേ? എന്തിനാ ലക്ഷ്മി നീ അവളെ തനിയെ വിട്ടത്? ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ട് നീ ഈ നേരത്തെ എന്തിനാ അവളെ തനിയെ വിട്ടത്? ഞാൻ വിട്ടതാണോ? ഞാൻ വരാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഓടിപ്പോയതല്ലേ. ഞാൻ അമ്മ കൂടി വന്നിട്ട് പോകാന്ന് വെച്ചാ. പക്ഷെ നിങ്ങളുടെ പുന്നാരനിയത്തിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ലല്ലോ. അവള് കല്ല് വന്നപ്പോ അവളുടെ ഒപ്പം പോയി. പോട്ടെ, ഞാൻ എന്തായാലും അവളെ പോയി നോക്കാം. ലക്ഷ്മി, നീയും വരുന്നുണ്ടോ? അതൊരു ഒന്നാമതൊരു പടായിരുന്നു മോനെ. നീ വരണമായിരുന്നു. അതിന് ഉപ്പ സമ്മതിക്കണ്ടേ? ഉപ്പ സമ്മതിച്ചിട്ട് മോനൊരു പിടി വരും. ருக்கு, നിക്ക്. ഏതാടാ സുന്ദരി? ഏത്? പൊടി.
കാണിക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരി. തെല്ലു നീ ഒന്നും പറയണ്ട. ഇവന്മാർക്ക് ഇത്തിരി കൂടുതലാ. 2 കൊടുത്താലേ പഠിക്കൂ. ഓഹോ, അപ്പൊ മോളെ ഞങ്ങളെ പഠിപ്പിക്കാൻ പോകാണല്ലേ? എന്നാ പിന്നെ നമുക്കങ്ങ് പഠിച്ചിട്ട് പോകാം അല്ലേടാ? കൈയെടുക്കണം. മര്യാദക്കിരിക്കാൻ സമ്മതിക്കൂല. ഇവൻ എന്റെ വാങ്ങും. അപ്പൊ നിങ്ങൾ എവിടെ ഇരി, ചേട്ടനൊന്നവന്മാരെ കണ്ടേച്ചും വരാം. റോഷ നിക്കടാ, ഞങ്ങളൂടെ വരാടാ. ഹേയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഹീറോയിനെ രക്ഷിക്കാൻ ഈ ഹീറോ മതി. അപ്പൊ ഇങ്ങനെ കാണല്ലേ എന്റെ ഹീറോയുടെ വിളയാട്ടത്തെ. കർത്താവേ, ഇത് കടിക്കോ? എടാ ഹീറോ, ഇങ്ങ് പോര് പോര്. ഹീറോയിസം കാണിക്കേണ്ടവരൊക്കെ കാണിച്ചു മോനെ. നീ ഇനി അവിടെ കിടന്ന് ക്ഷീണിക്കാതെ ഇങ്ങ് പോര്. അത് നിനക്ക് വിധിച്ചിട്ടില്ല റോഷ, നമുക്ക് വേറെ നോക്കാടാ. നീ വാ. അല്ലെങ്കിൽ ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല. ഒരു പരോപകാരം, അത്രേ ഉള്ളൂ. ഇനിയിപ്പ പോട്ടെ പുല്ലി. ചിരിപ്പിക്കലേ റോഷ. മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എന്തെങ്കിലും പറ്റോ? അവരെന്തെങ്കിലും ചെയ്തോ നിന്നെ? എനിക്കൊന്നും പറ്റിയില്ലേട്ടാ. രഘു, നിന്നോട് എത്ര പാട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒറ്റക്കൊന്നും പുറത്ത് പോകരുതെന്ന്? അതെനിക്കൊന്നും പറ്റിയില്ലല്ലോ. ശരി, നടക്ക, വീട്ടിൽ പോകാം. ഇനി ഇവിടെ നിക്കണ്ട.